JCB വന്നതുകൊണ്ട് അതിൽ തീപ്പെട്ടി കമ്പ് വയ്ക്കുന്ന പോലെ അതിലെ കൂടെ കൊണ്ട് ലാറിയെ കൊണ്ടുവന്ന് തുണിയെല്ലാം കവറെല്ലാം കെട്ടി കൊണ്ടുവന്ന് JCB കയറ്റി അവരിടിപ്പിച്ച് കിണറ് കക്കൂസ് എല്ലാം സകലം നശിപ്പിച്ചിനി ഒന്നുമില്ല. ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. പുഴുതി പെരയുടെ മണ്ടയ്ക്കൂടെ ഇട്ടു. ഞങ്ങൾക്ക് ഫ്രിഡ്ജ് സാധനങ്ങൾ എല്ലാം നേണ്ട സാറേ കിടക്കുന്ന തവിട് പൊടിയായിട്ട് ഒന്നും എടുക്കാൻ പോലും ഒരു ഉടുതുണിക്ക് മറുതുണിയില്ല. കൊല്ലം ചിതറയിൽ വാടക തർക്കത്തെ തുടർന്ന് കെട്ടിട ഉടമകൾ JCB ഉപയോഗിച്ച് വാടക വീട് ഇടിച്ചു നിർത്തിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. വാടകക്കാരുടെ അവകാശങ്ങളെയും ഇതിന്റെ നിയമവശങ്ങളെയും കുറിച്ച് ഓരോരുത്തരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കരാർ കാലാവധി അവസാനിച്ചാലോ വാടകക്കാരൻ ഒഴിയാൻ തയ്യാറായില്ലെങ്കിലോ ബലപ്രയോഗത്തിലൂടെയോ കെട്ടിടം തകർത്തോ കരണ്ടും വെള്ളം വിച്ഛേദിച്ചോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ഉടമയ്ക്ക് നിയമപരമായി യാതൊരു അവകാശവുമില്ല. കെട്ടിട ഉടമയാണെങ്കിൽ പോലും വാടകക്കാരൻ താമസിക്കുന്ന വീട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ക്രിമിനൽ ട്രസ്പാസ്, വസ്തുവകൾ നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം വലിയ ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. 1965 കേരള ബിൽഡിംഗ്സ് ആക്ട് പ്രകാരം റെന്റ് കൺട്രോൾ കോടതി ഉത്തരവിലൂടെ മാത്രമേ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കൂ. കൃഷ്ണറാം മഹാലെ വേഴ്സസ് ശോഭ വെങ്കട്ടറാവു 1989 എന്ന കേസിൽ ഒരു വ്യക്തി കെട്ടിടത്തിൽ അനധികൃതമായിട്ടാണ് തുടരുന്നതെങ്കിൽ പോലും കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെ അയാളെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ ഉടമയ്ക്ക് അവകാശമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി. വി കൽപകാമമ്മ വേഴ്സസ് ടി സുബ്രഹ്മണ്യ അയ്യർ 1995 എന്ന കേസിൽ ഉടമ മനഃപൂർവ്വം നിയമവിരുദ്ധമായി കെട്ടിടം തകർക്കുകയാണെങ്കിൽ അത് വാടകക്കാരന്റെ മൗലിക അവകാശ ലംഘനവും ക്രിമിനൽ കുറ്റവുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വാടകക്കാരന് വൻതുക നഷ്ടപരിഹാരത്തിനും മറ്റ് നിയമ നടപടികൾക്കും പൂർണ്ണ അർഹതയുണ്ട് എന്നുള്ളതാണ് കേരള ഹൈക്കോടതിയുടെ വിധി. വാടകക്കാരൻ ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ ഉടമകൾക്ക് വക്കീൽ മുഖേന കാരണം വ്യക്തമാക്കി 15 മുതൽ 30 ദിവസം വരെ സമയം നൽകി ലീഗൽ നോട്ടീസ് അയക്കാം. വാടക കുടിശ്ശികയോ ഉടമയുടെ അടിയന്തര ആവശ്യങ്ങളോ ചൂണ്ടിക്കാട്ടി റെന്റ് കൺട്രോൾ കോടതിയെ സമീപിക്കാം. കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രം പോലീസിന്റെയോ കോട്ടമീന്റെയോ സാന്നിധ്യത്തിൽ നിയമപരമായി കൈവശാവകാശം വീണ്ടെടുക്കാം. ചുരുക്കത്തിൽ കയ്യൂക്കുകൊണ്ടല്ല, നിയമം മൂലമേ ഏതൊരു തർക്കത്തിനും പരിഹാരം കാണാവൂ. നിയമം എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.